അതിന്റെ 42 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 5-6 വാക്യങ്ങൾ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഗമിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ആ, ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ ഇയ്യോബ്. ആ ഇയ്യോബിന്റെ സംഭവ കഥയെക്കുറിച്ച് നമുക്കറിയാം. ഇയ്യോബിന്റെ പ്രതാപകാലം, ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യങ്ങൾ ഇയ്യോബ് 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പറയുന്നു, നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുമായ എന്റെ ദാസൻ എന്ന ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു. സ്തോത്രം. അപ്പൊ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ ആ, കേൾക്കുന്നതെല്ലാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടതെല്ലാം, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. ഇവൻ പുതിയ നിയമത്തില് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലാണ് തോന്നുന്നു ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇയ്യോബിന്റെ സഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇയ്യോബിനെ നമ്മൾ എവിടേക്ക് വായിക്കുന്നു അവിടെയെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയ്യോബിനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഹല്ലേലൂയ വചനങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇയ്യോബിനെ കുറിച്ച് ചെറിയ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. സ്തോത്രം. ഇയ്യോബിന്റെ ആദ്യ കാലഘട്ടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇയ്യോബ് വളരെ നേരുള്ളവൻ, നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. തന്റെ മക്കൾക്ക് വേണ്ടി അവർ പാപം ചെയ്ത് കാണുമോ എന്ന് ഭയപ്പെട്ട് അവർക്ക് വേണ്ടി യാഗങ്ങൾ കഴിക്കുന്ന ഒരു മഹാഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ഒരു ഒരു വേദനാജനകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അവിടെ അതിന് കാരണം സാത്താനും ദൈവമായിട്ട് ഒരു സംസാരമായിരുന്നു. നമുക്കെല്ലാം അറിയാം, പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്താണ് സാത്താൻ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അവിടെ സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തോട്: ദൈവമേ, നീ ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുക, അതുകൊണ്ടാണ് എനിക്ക് അവനെ തൊടാൻ കഴിയാത്തത്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ചുറ്റും ദൈവം ഓരോ വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മളെ ആർക്കും തൊടാൻ കഴിയാതിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു വേലി, ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ മധ്യ ഉള്ളത്, നമുക്കെല്ലാം ഉള്ളതുകൊണ്ട്, ഇയ്യോബിന്റെ ആ വേലി ഉള്ളതുകൊണ്ട് സാത്താൻ തൊടാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ വേലി നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ട് നമ്മളെ പിശാചിന് തൊടാൻ കഴിയുന്നില്ല. പലപ്പോഴും നമ്മുടെ കുരുത്തക്കേട് കാരണം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും. ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കയ്യിരിപ്പ് കാരണമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വേലിയുള്ള കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. തുടർന്ന് വേലി ദൈവം ഒന്ന് ഒരു നിമിഷത്തെ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റുന്നു, പിശാച് തൊടുന്നു, ഇയ്യോബ് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. രണ്ടാമത്തെ വട്ടവും ദൈവത്തോട് പിന്നെ സാത്താൻ പറയുക: നീ ഇപ്പോഴും അവനെ സൂക്ഷിക്കുന്നു, അതുകൊണ്ടാണ് അവനെ തള്ളി പറയാമെന്ന് വീണ്ടും പറയുന്നു. അപ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? അനുവാദം കൊടുക്കുന്നു. ഇയ്യോബിനെ വീണ്ടും ശരീരത്തെ ബാധിക്കുന്നു. ആകെ ഇയ്യോബ് തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിൽ ഇയ്യോബ് അപ്പോഴും ദൈവത്തെ കുറ്റം പറയുന്നില്ല, നാവ് കൊണ്ട് പാപം ചെയ്യുന്നുമില്ല. ഒടുവിൽ ഇയ്യോബ് തന്റെ വസ്ത്രമെല്ലാം കീറി താൻ തലയൊക്കെ ഷേവ് ചെയ്ത് അനുഗമിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ചിലരോടുകൂടി ആദ്യഘട്ടം അവിടെ അവസാനിക്കുക. പിന്നീട് കാണുന്നത്, നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് തന്നെ ശപിക്കും നമ്മൾ കാണും. ആദ്യം 2-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് തന്നെ ശപിച്ചുകൊണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു വാക്കാണ്: ഞാൻ ഗർഭാത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്ത്? ഉദരത്തിൽ വെച്ച് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാഞ്ഞത് എന്ത് എന്നൊരു ചോദ്യത്തോടുകൂടി ഇയ്യോബ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് തന്നെ ശപിച്ചുകൊണ്ട്, നിഷ്കളങ്കൻ, നീതിമാനും നേർവനുമായിരുന്ന ഇയ്യോബ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ ശപിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ മനുഷ്യൻ അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ്. ആരോടാ? ദൈവത്തോട്. എന്തുകൊണ്ട് ഞാൻ മരിച്ചു പോയില്ല എന്നൊരു ചോദ്യം അവിടെ വരുന്നു. അത് ദൈവത്തോട് ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടൊരു ചോദ്യം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. എന്റെ 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇയ്യോബിന്റെ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. 7-ാം അധ്യായം 20-ാം വാക്യം: ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? ചോദിക്കുക. കർത്താവേ, ഞാൻ പാപം ചെയ്തെങ്കിൽ എന്താ നിന്നോട് ചെയ്തിരിക്കുന്ന ചോദ്യം വീണ്ടും ഇയ്യോബിന്റെ നാവിൽ നിന്ന് വരികയാണ്. ഇയ്യോബ് ദൈവത്തെ ഉറച്ചു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക: ഞാൻ എന്ത് ചെയ്തു? എന്താ എന്റെ കുറ്റം? എന്താ? എന്നോട് നീ പറയേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും 30-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും തന്നെ കാണാൻ കഴിയും. 30-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാം. ചാപ്റ്റർ 30:21. അവസാനം ഇയ്യോബ് തന്നെ കേഴ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ദൈവത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നു. ഒടുവിൽ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയുക: നീ എന്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു.
ദൈവത്തെ ക്രൂരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിഷ്കളങ്കനും നെഹർലവനും ദോഷം വിട്ടകലുമായ ഇയ്യോബ് ഹല്ലേലൂയ ആദ്യഘട്ടങ്ങൾ ദൈവത്തോടൊന്നും പറഞ്ഞില്ല. രണ്ടാം ഘട്ടങ്ങൾ തന്നെ തന്നെ ശപിച്ചുകൊണ്ട് തുടങ്ങുന്നു. തുടർന്ന് തന്നെ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങുന്നു. ഒടുവിൽ ഇയ്യോബ് 31 വാക്യം ആകുമ്പോഴത്തേക്ക് ദൈവത്തെ ക്രൂരനായി ചിത്രീകരിക്കുക ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ പലപ്പോഴും ഇയ്യോബിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാം. ഇയ്യോബിന്റെ കംഫർട്ടബിൾ ആയിരുന്ന ഒരു സോണിൽ നിന്ന് ഇയ്യോബിനെ ദൈവം പുറത്തേക്ക് എടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതായത് ഇയ്യോബിനെ ചുറ്റും വേലി കെട്ടി ഇയ്യോബിനെ സൂക്ഷിച്ച ദൈവം ഒടുവിൽ ഇയ്യോബിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇയ്യോബിന്റെ ആയിരുന്ന കംഫർട്ടബിൾ സോണിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇയ്യോബിനെ ചില അവസരത്തോടെ കടത്തിവിടുമ്പോൾ ഇയ്യോബിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ ഇയ്യോബിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ മാറ്റങ്ങൾ കാണാതിരുന്നുകൂടാ. സ്തോത്രം. മനുഷ്യന്റെ സ്വഭാവത്തെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ദൈവം ഇയ്യോബിന്റെ പുസ്തകം ഒരു ഓഫ് കോഴ്സ് സഹനശക്തിയെ കുറിച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടെന്നുള്ളത് വാസ്തവമാണെങ്കിലും യഥാർത്ഥ മനുഷ്യൻ ആരാണെന്നൊരു ബോധ്യം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള ഒരു ബുക്കാണ് ഇയ്യോബ് എന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഓഫ് കോഴ്സ് സഹനത്തിന് വേണ്ടി ആ സഹനത്തെ മനസ്സിലാക്കാനുള്ള ബുക്ക് കൂടിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ഒരു പെർസ്പെക്റ്റീവില് മനുഷ്യൻ എന്താണ് റിയൽ ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ ബീയിങ് അതൊന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിനെ എത്ര ഗ്ലോറിഫൈ ചെയ്യുമ്പോഴും ദൈവം തന്നെ അവനെ പുകഴ്ത്തുമ്പോഴും തന്റെ കംഫർട്ടബിൾ സോണിൽ നിന്ന് ആ മനുഷ്യനെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ അവനിൽ നിന്ന് പുറത്തു വരുന്നതായ വാക്കുകളുടെ സ്വഭാവത്തെ കുറിച്ച് കാണിക്കാനാണ് ഇവിടെ ഈ ബുക്ക്. എനിക്ക് കുറെ കാര്യം വേറെ പറയാനുണ്ട്. ഈ പറയുന്ന സമയത്തിന്റെ കുറവ് പറയുന്നില്ല, ആദ്യഘട്ടങ്ങളിൽ പറയാനുണ്ട്, പണ്ടേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു അവസ്ഥ തനിക്ക് പറ്റിയുള്ള വേലി ദൈവം ഒന്ന് പൊളിച്ചു മാറ്റി. ഇയ്യോബ് ഇത് അറിഞ്ഞിട്ടില്ല. ഇയ്യോബിന് അറിയില്ല തനിക്ക് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു പോയത്. ഉണ്ടായിരുന്നു അറിയില്ല, പൊളിഞ്ഞതും അറിയില്ല. നമ്മളെല്ലാം ഇങ്ങനെ നമുക്കറിയില്ല ഉണ്ടോ ഇല്ല നമ്മുടെ വിശ്വാസം. പക്ഷെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് ബോധ്യമൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു ബോധ്യമുണ്ട്. അതറിയാതെ തന്നെ ഇയ്യോബ് ചോദ്യങ്ങൾ ചെയ്ത് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക, കുറ്റപ്പെടുത്തുകയാണ്, തന്റെ തനി സ്വഭാവം പുറത്തെടുക്കുക. ആദ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. 8-ാം അധ്യായം ദൈവം ഇറങ്ങി വരിക. ഹല്ലേലൂയ. ദൈവം ചോദിക്കുക, ഇയ്യോബേ നീ നീ എനിക്കിതറിയാമോ? ഇത് കുറെ ചോദ്യങ്ങൾ നമുക്കറിയാം. 38 മുതൽ 42 അധ്യായം വരെ 40 വരെ ചോദ്യങ്ങളുടെ ബഹളമാണ്. ചോദ്യങ്ങൾ കൂമ്പാരമാണ് അവിടെ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയ്യോബിന്റെ ആർഗ്യുമെന്റ്സ് ഒന്നും ഒരു ന്യായവുമില്ല. ഇയ്യോബ് തിരിച്ചറിയുക, തന്നെ കൂടി തിരിച്ചറിയുക. ഒടുവിൽ ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ, ദൈവത്തോട് എൻകൗണ്ടർ ഉണ്ടായി കഴിയുമ്പോൾ ഇയ്യോബ് തിരിച്ചറിയുകയാണ് താൻ ഒന്നുമല്ല, താൻ ഈ പറഞ്ഞ കുട്ടിയൊക്കെ വെറുതെയാണ്. ദൈവത്തെക്കുറിച്ച് കേൾവി മാത്രമേ കേട്ടുന്നുള്ളൂ. ദൈവത്തെ കണ്ടപ്പോ, എൻകൗണ്ടർ ഉണ്ടായപ്പോ താൻ ആരാണെന്നുള്ള ബോധ്യം തനിക്കുണ്ടായി. താൻ ഇയ്യോബ് തന്നെ തന്നെ എക്സ്പോസ്ഡ് ആയെന്ന് മനസ്സിലാക്കിയ തന്നിലെ നിരർത്ഥകമായ വാക്കുകൾ, തന്നിലെ അർത്ഥശൂന്യമായ തന്റെ വിചാരങ്ങൾ, താൻ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല, ഇത്രയും നാൾ ചോദിച്ചതെല്ലാം വെറും മിഥ്യയാണെന്നുള്ള തിരിച്ചറിവ് ഇയ്യോബിനുണ്ടായിട്ട് ഇയ്യോബ് ലാസ്റ്റ് 42-ാം തീയതി 5-ഉം 6-ഉം തീയതി വായിച്ചപ്പോ മനസ്സിലാവുന്ന കാര്യം ഇയ്യോബ് തന്നെ തന്നെ വെറുത്തിട്ട് ഇത്രയും നാൾ താനി ആലോചിച്ച് നോക്കണം. ദൈവം ആ ഇയ്യോബിന്റെ നഷ്ടങ്ങളെ കുറിച്ച് പുള്ളി ഓർക്കുന്നില്ല. ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ പോയി, ഇയ്യോബിന്റെ ക്യാമൽസ്, ആടുമാടുകൾ, കാളകൾ, തന്റെ വലിയ ഭവനം, തന്റെ കഴിവുകളൊക്കെ പോയി. ആ നഷ്ടങ്ങളെ കുറിച്ച് ഒന്നും ഓർക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയപ്പോൾ, ദൈവം ഇറങ്ങി വന്ന ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ഇയ്യോബ് തന്നെ തന്നെ തിരിച്ചറിയുന്നു. താൻ ആരാണ്, താൻ എന്താണ് ചെയ്യുന്നുള്ള ബോധ്യത്തോടെ തന്നെ വെറുക്കുന്ന അനുഭവത്തിലേക്ക് എത്തി. ഹല്ലേലൂയ. ദൈവമായിട്ടൊരു എൻകൗണ്ടർ. നമുക്ക് ദൈവത്തെ കുറിച്ച് അറിയാം, പക്ഷെ നമ്മൾ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മൾ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നേ. ഈ യെശയ്യാവ് പുസ്തകം പഠിക്കുമ്പോൾ, അത്രയും ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവ് ഭയങ്കരമായിട്ട് പ്രവചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇസ്രായേൽ. പക്ഷെ അതിന്റെ ഒരു 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൂതൻ ഇറങ്ങി ഒരു ദൈവത്തെ ഒന്ന് കണ്ടു കഴിയുമ്പോഴാണ് യെശയ്യാവിന് മനസ്സിലാവുന്നത്, അയ്യോ ഞാനൊരു പാപിയാണ്. ഹല്ലേലൂയ. അതേപോലെ യോബിന് മനസ്സിലാവുകയാണ്, ഞാനൊന്നുമല്ല. ദൈവത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോ, എൻകൗണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ, ദൈവത്തെ മുഖാമുഖം ഒന്ന് കണ്ടപ്പോ, ആ ദൈവത്തിന്റെ ആ വായിലുള്ള വാക്കുകളൊന്ന് കേട്ടപ്പോ യോബ് തിരിച്ചറിയുക, ഞാൻ ഒന്നുമല്ല, ഞാൻ ഈ കരുതിയൊന്നും അല്ല, ഞാൻ എന്നെ തന്നെ ജസ്റ്റിഫൈ ചെയ്ത് ഞാൻ വെറും ഒരു വിഡ്ഢിയാണല്ലോ എന്നുള്ള തിരിച്ചറിവിലേക്ക് യോബ് എത്തുകയാണ്. നമ്മൾ ആരാണ് തിരിച്ചറിയാൻ ദൈവത്തോടുള്ള എൻകൗണ്ടറിലൂടെ. ഈ ദിവസങ്ങളിൽ ആ ദൈവമായിട്ട് എൻകൗണ്ടർ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ആരാ, നമ്മൾ അകത്ത് എന്താണ് മറിഞ്ഞിരിക്കാൻ തിരിച്ചറിയുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി ഒന്നൊരു കാര്യം, ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് ഏറ്റവും നല്ല അഭിപ്രായമാണെങ്കിലും ഇയ്യോബിനെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം ദൈവത്തിനുണ്ടായിരുന്നു. അത്രയും നല്ല മനുഷ്യൻ, അത്രയും നിഷ്കളങ്കൻ, നേർന്നവൻ, ദോഷം വിട്ട് അകന്നെങ്കിലും അകത്തുള്ള ആ പ്രൈഡ്, ആ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് റൈറ്റസ്നെസ് എന്നുള്ള ഒരു കരട് മാറ്റി ഇയ്യോബിനെ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് ഈ പുസ്തകത്തോട് എനിക്ക് മനസ്സിലായത്.
അത് ദൈവം വിജയിക്കുകയും ചെയ്തു. ഇയ്യോബ് തന്നെ തന്നെ തിരിച്ചറിഞ്ഞിട്ട്, ഹല്ലേലൂയ, താൻ രട്ടിലും വെണ്ണീരിലും കിടന്ന് തന്നെ തന്നെ വെറുക്കുന്ന അനുഭവത്തിലേക്ക് എത്തിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇയ്യോബ് തന്റെ തെറ്റ് മനസ്സിലായെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ വീണ്ടും അവനെ ബ്ലെസ് ചെയ്യുക ചെയ്യുന്നത്. പഴയതിലുപരിയായിട്ട് ബ്ലെസ് ചെയ്യുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ തന്നെ തിരിച്ചറിയണം. ദൈവത്തെ എൻകൗണ്ടർ നമ്മൾ ആഗ്രഹിക്കണം. ആ എൻകൗണ്ടറിന് ആഗ്രഹിക്കുമ്പോഴാണ് ആ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയും. മറഞ്ഞിരിക്കുന്ന പലതും വെളിപ്പെട്ട് വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ശുദ്ധീകരിക്കപ്പെടുവാനും യഥാർത്ഥമായ ബിജു അല്ലെങ്കിൽ യഥാർത്ഥമായ നിങ്ങൾ ഓരോരുത്തരും ആ പുറത്തു വരുവാനും അതിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവ നന്മകൾ പുതിയ പ്രാപിപ്പാനും ഒക്കെ നമുക്ക് ഇടയായിട്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ സമയത്തെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.